അളിയാ ഞാനേ നാട്ടിലേക്ക് വരാണ്. ഞാൻ 1 മാസത്തേക്കാണ് വരണത്. അപ്പൊ എനിക്ക് ആകെ 30 ദിവസം ഉള്ളൂല. അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ടൊരു വണ്ടി വേണമായിരുന്നു. അവിടെ വന്ന് എനിക്ക് അലഞ്ഞു തിരിഞ്ഞ് 10-15 ദിവസം വണ്ടിക്ക് വേണ്ടിയിട്ട് കളയാൻ സമയമല്ല. അപ്പൊ അളിയൻ എനിക്കൊരു നല്ലൊരു വണ്ടി എങ്ങനെയും ഒന്ന് സംഘടിപ്പിച്ച് തരണം. അളിയൻ ഇത് എന്തിനാണ് ടെൻഷൻ അടിക്കണേ? ഇപ്പൊ ആരാണ് കാർ വാങ്ങിക്കാൻ ഷോറൂമിൽ പോണത്? നമ്മുടെ ആലുവയിൽ തന്നെ ഒരു വലിയ ഷോറൂം ഉണ്ട്. അവരെ ഇൻസ്റ്റ, അതുപോലെ യൂട്യൂബ്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഡെയിലി അവരുടെ സ്റ്റോക്ക് അപ്ഡേഷൻ വരും. നമ്മളതിൽ നിന്ന് നോക്കുക. കാർ നമ്മൾ നേരി കാണുന്ന വളരെ ഭംഗിയായിട്ട് ഒരു കാറിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് അവർ. വളരെ ഏത് വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും പറയും. നമുക്ക് വണ്ടി എയർപോർട്ടിൽ വേണോ വീട്ടിൽ വേണോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് എത്തിച്ചു തരുകയും ചെയ്യും. അല്ലെങ്കിൽ ആ ഓരോ ഇൻസ്റ്റയും ഇതൊക്കെ നിർത്തി നോക്കും. അളിയൻ പറഞ്ഞ മാതിരിയായി ഷോറൂമുകളിൽ നിന്നൊക്കെ വണ്ടി നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ? അതൊന്നും പേടിക്കാനില്ല. ഇത് ചെറിയ സ്ഥാപനമൊന്നുമില്ല. 100-150 വണ്ടികളോടെ നിരന്ന് കിടക്കുന്നതാണ് എപ്പോൾ ചെന്നാൽ. അതുപോലെ അവർ അവിടെ നമുക്ക് അതിൻ്റെ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ഇത് ഫ്ലഡഡ് അല്ല, മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ല എന്നുള്ളതിന് റിട്ടേൺ ആയിട്ട് എഴുതി തരുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചെടുക്കുക എന്തിനും തയ്യാറാണ്. അല്ലെങ്കിൽ അവരായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അത്ര വിശ്വാസം വരും. അത്രയ്ക്ക് നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഷോറൂമാണത്. അത്രയും ഫെസിലിറ്റി ഉള്ള ഷോറൂം ആലുവയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരായിട്ടൊന്ന് ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയിട്ട് നല്ലൊരു വണ്ടി അളിയൻ സെലക്ട് ചെയ്ത് താട്ടെന്നാ.